ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവസാനത്തെ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സോഷ്യൽ സയൻസിനെ മാത്രമല്ല, നിങ്ങളുടെ SSLC ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സമയം എന്നുവെച്ചാൽ നിങ്ങൾ നാളെ എക്സാം എഴുതിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നത് ആ സ്കൂളിലെ ഹൈസ്കൂളിൽ നിന്ന് കൂടെയാണ് എന്നുള്ളതാണ് നാളത്തെ സത്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ മക്കളായിട്ട് മാറുകയാണ്. അവസാനത്തെ ക്ലാസ് അല്ലെങ്കിൽ അവസാനത്തെ സബ്ജക്റ്റായിട്ട് സോഷ്യൽ സയൻസാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് എക്സാം ടഫ് ആകുമോ, അല്ലെങ്കിൽ എക്സാം എങ്ങനെ ആയിരിക്കും സാറേ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കാറുണ്ട്. മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ മാത്സ് പോലെയോ ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റ് അല്ല സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പ്രിസൈസ് ചെയ്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സോഷ്യൽ സയൻസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിന് മാത്രം ആലോചിക്കൊന്നും വേണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ 12 മണിക്കൂറിൻ്റെ ലൈവ് നമ്മൾ കണ്ടു. ആ 12 മണിക്കൂറിൽ 21 ചാപ്റ്റേഴ്സുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ അല്ല പ്രാധാന്യം, ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അതിന് ആൻസർ എഴുതാനാണ് സോഷ്യൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ആൻസർ എഴുതാൻ. ആൻസറുകൾ എങ്ങനെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഒരേ ചോദ്യം 2 മാർക്കിന് ചോദിക്കും, അതേ ചോദ്യം 4 മാർക്കിന് ചോദിക്കും, അതേ ചോദ്യം 3 മാർക്കിന് ചോദിക്കും. സോഷ്യലിൻ്റെ കാര്യത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്വിസ്റ്റുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഏത് പോയിന്റുകളൊക്കെയാണ് നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതെങ്ങനെ കണക്ട് ചെയ്യണം. അതാണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം അത് മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും നമുക്ക് കിട്ടും. അത് ആൻസർ എഴുതാനാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അത് ഇന്നത്തെ എയറിൻ്റെ ലൈവിൽ ഞങ്ങൾ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതാണ്. അതും കൂടി പഠിച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളുടെ 10ാം ക്ലാസ് ജീവിതത്തിലെ 10 സബ്ജക്റ്റുകളും നിങ്ങൾക്ക് എളുപ്പമായിരുന്നു, നിങ്ങൾക്ക് സിമ്പിളായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നാളത്തെ എക്സാം ഹാളിൽ നിന്ന് ഏറ്റവും ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സമയത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. നാളത്തെ എക്സാം ഹാളിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ആൾ. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ലേ, നാളത്തെ എക്സാമും കൂടെ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നാളത്തെ എക്സാമിനേഷൻ എങ്ങാനും ടഫായി പോയാൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം അവിടെ കുറഞ്ഞു പോകും. അതൊരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ ഉറപ്പായിട്ടും നാളത്തെ എക്സാമിനേഷൻ സന്തോഷത്തോടു കൂടെ തന്നെ ഇറങ്ങും. അതിന് ഇനി ഞങ്ങൾ ചെയ്തു തരേണ്ട കാര്യം എന്ന് പറയുന്നത്, ചോദ്യങ്ങൾ അത് ഉത്തരങ്ങളാക്കി തരിക എന്നുള്ളതാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതണമെന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇന്ന് ഞങ്ങൾ വരുന്നത്. നിങ്ങൾ അവസാനമായിട്ട്, അതോ ഞങ്ങൾ സൈലം എൻറ്റയർ ടീം അവസാനമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് കൃത്യം എയർക്ക് വരികയാണ്. നിങ്ങളെല്ലാവരും അവിടെ വേണം. അടിപൊളിയായിട്ട് നമ്മൾ സൈലത്ത് 1 വർഷമായിട്ട് നിങ്ങൾ സൈലത്തെ കൂടെയുണ്ട്. നിങ്ങൾ ഓൺ എക്സാം ആവട്ടെ, ഏത് എക്സാം ആവട്ടെ, ഏത് സമയത്ത് ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും സൈലം നിങ്ങളെ കൂടെയുണ്ട്. അതിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ എല്ലാവരും കൃത്യം ഏരാകുമ്പോൾ ലൈവിൽ ജോയിൻ ചെയ്യുക. ലൈവിൽ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഞങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ നാളത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാകും എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് ടു യു ഓൾ.